സ്നേഹത്തിന്റെ അടയാളമാണ് ചുംബനം. സ്നേഹത്തിന്റെ സന്തോഷം നാം ആദ്യം അനുഭവിച്ചിട്ടുണ്ടാവുക മാതാപിതാക്കളുടെ സ്നേഹ ചുംബനങ്ങളിൽ നിന്നായിരിക്കും. എന്നാൽ ചുംബനം വില്ലനായി കടന്നുവരുന്ന സാഹചര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ചുംബനം വില്ലനായി കടന്നുവന്ന് ഒരു ജീവൻ പോലും അപഹരിച്ച സംഭവം തേടി ദൂരെ എങ്ങും പോകേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ അതിനൊരു ഉദാഹരണമുണ്ട്. അത്തരം ഒരു സംഭവമാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പിലെ സുന്ദരമായ ഒരു പ്രഭാതം. പ്രതീക്ഷയോടെ ആളുകൾ അവരവരുടെ ദിനചര്യയിലേക്ക് കടക്കുന്ന സമയം പെട്ടെന്നാണ് ഒരു നിലവിളി. അതും ജീവന് വേണ്ടിയുള്ള ഒരു നിലവിളിയായിരുന്നു. വീട്ടിക്കാട് തറവാടിന്റെ അകത്തളത്തിൽ ഒരു സ്ത്രീയുടെ ജീവന് വേണ്ടിയുള്ള നിലവിളി. ആളുകൾ ഓടിക്കൂടിയെങ്കിലും ആർക്കും ഒന്നും മനസ്സിലായില്ല. ബാംഗ്ലൂരിൽ നിന്നും ലീവിന് നാട്ടിലെത്തിയ അവിനാശും ഭാര്യ ദീപികയും 1.5 വയസ്സുള്ള അവരുടെ കുഞ്ഞു മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നാട്ടുകാരും ബന്ധുക്കളും അകത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചോരയിൽ പിടയുന്ന ദീപികയായിരുന്നു കണ്ടത്. തൊട്ടടുത്ത് വെട്ടുകത്തിയുമായി ഒരാൾ. അതെ, ഇന്നലെ വരെയും സന്തോഷത്തോടുകൂടി അവധിക്കാലം ആഘോഷിച്ചുകൊണ്ടിരുന്ന ദീപികയുടെ ഭർത്താവ് അവിനാശായിരുന്നു അത്. ഇന്നലെ വരെ സംരക്ഷിക്കാൻ കടപ്പെട്ടിരുന്ന അവിനാശ് ഇന്ന് കൊലക്കത്തിയുമായി ഭാര്യയുടെ ജീവനെടുത്തു. മണ്ണാർക്കാട് പള്ളിക്കുറുപ്പിലെ വീട്ടിക്കാട് തറവാട്ട് വീട്ടിൽ അവിനാശിനെ പറ്റി ആളുകൾക്ക് നല്ല അഭിപ്രായമായിരുന്നു. അയൽവാസികൾ അവനെക്കുറിച്ച് പറയുന്നത് പഠിക്കാൻ അവൻ വളരെ മിടുക്കനാണ്. സ്കൂൾ കാലം മുതലേ ഒരുപാട് സ്കോളർഷിപ്പുകളും അവന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇയാളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒരു കാലഘട്ടത്തിന് ശേഷം അങ്ങനെ അധികമാർക്കും അറിയില്ല. പറഞ്ഞു വന്നാൽ കുഴപ്പമില്ലാത്ത ഒരു അഭിപ്രായമായിരുന്നു. അയൽവാസികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ നിരീക്ഷണത്തിൽ അവൻ കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരോടും അധികം സംസാരിക്കാറൊന്നുമില്ല. അമ്മയുടെ പേരിലുള്ള തറവാട് വീട് അവൻ കാശ് കൊടുത്ത് വാങ്ങുകയും സ്വന്തം പേരിലേക്ക് ആക്കുകയും ചെയ്തു. അവിനാശിനോട് ആളുകൾക്ക് വിയോജിപ്പുണ്ടായിരുന്നത് ഒരേയൊരു കാര്യത്തിൽ മാത്രമായിരുന്നു, സ്വന്തം അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ. ഇതിനെക്കുറിച്ചും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ട്. അവിനാശ് വളരെ നല്ലവനാണ്, പക്ഷെ അമ്മയെ നോക്കില്ല. അമ്മയുടെ തറവാട് വീട് പണം കൊടുത്തവൻ വാങ്ങി. പക്ഷേ അമ്മയെ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലായിരുന്നു അവൻ കിടത്തിയിരുന്നത്. അതുപോലെ തന്നെ മകനെ കുറിച്ച് പറയുമ്പോഴും അമ്മയ്ക്കൊരു നിശബ്ദതയാണ്. സഹോദരനും അയാളെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ജോലി സ്ഥലത്ത് കണ്ടുമുട്ടിയ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയുമായി അവിനാശ് ആദ്യം വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് നിയമപരമായി തന്നെ വേർപിരിയുകയും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ദീപികയുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. സന്തോഷപൂർവ്വം അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടെയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും അവധി ആഘോഷിക്കാൻ അയാൾ നാട്ടിലെ തറവാട്ട് വീട്ടിലെത്തിയത്. എന്നാൽ അവധിക്ക് നാട്ടിലെത്തിയിട്ട് കൂടിയും അയാൾ അങ്ങനെ ആരോടും അധികം മിണ്ടാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതും മാത്രമേ ആളുകൾ കണ്ടിട്ടുള്ളൂ. ഒരുപക്ഷെ നാട്ടുകാർ എന്തെങ്കിലും പറയും എന്നുള്ളൊരു ഭയം കാരണമായിരിക്കാം ഇങ്ങനെയായിരുന്നു പലരും ചിന്തിച്ചതും. ആളുകളുടെ നിരീക്ഷണത്തിൽ അവിനാശും ദീപികയും വളരെ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷെ ആ സന്തോഷം കെട്ടടങ്ങാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. വീട്ടിക്കാട് തറവാട്ടിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. ജീവന് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ നിലവിളി. തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുക്കളും അയൽവാസികളും പെട്ടെന്ന് തന്നെ ഓടിക്കൂടി. വീടിന്റെ മുൻവശത്തെ വാതിൽ പൂട്ടിയിരിക്കുകയാണ്. കിട്ടിയ സ്ഥലം നോക്കി അകത്തേക്ക് നിരീക്ഷിച്ചപ്പോൾ അവിടെ താമസിച്ചിരുന്ന അവിനാശിന്റെ ഭാര്യ ദീപിക വെട്ടേറ്റ് നിലത്ത് കിടന്ന് പിടയുകയാണ്. തൊട്ടടുത്ത് കൊലക്കത്തിയുമായി അവിനാശ്. കരഞ്ഞുകൊണ്ട് ഇതിനെല്ലാം സാക്ഷിയായി 1.5 വയസ്സുള്ള അവരുടെ കുഞ്ഞും. ഇപ്പോഴും ആ ദൃശ്യം ഒരു പേടി സ്വപ്നം പോലെ അയൽവാസികൾ ഓർത്തിരിപ്പുണ്ട്. ചേട്ടനും അനിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്ന് കരുതിയാണ് അയൽവാസികളെല്ലാം അവിടെ ഓടിക്കൂടിയത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിനാശാണ് ദീപികയെ വെട്ടിയത് എന്ന്. അയൽവാസികൾ ചെന്ന് ആ കതക് തുറക്കാനായി ഒരുപാട് ശ്രമിച്ചു. വാതിൽ മുട്ടി നോക്കി, പക്ഷെ അയാൾ കതക് തുറന്നില്ല. കൊല്ലണം എന്നുറപ്പിച്ചതുപോലെ ദീപികയുടെ കഴുത്തിൽ ഞെക്കി പിടിക്കുകയും ചെയ്തു. അവസാനം ഓട് പൊളിച്ച് അകത്ത് കടന്ന് അവിനാശിനെ പിന്തിരിപ്പിക്കാൻ എന്ന തീരുമാനത്തിൽ നാട്ടുകാർ ഓട് പൊളിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മാരക ആയുധവുമായി നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ പെട്ടെന്ന് ചാടി വീണാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടവർ ഒരു ഭയത്തോടുകൂടി ആ ശ്രമം ഉപേക്ഷിച്ചു. നാട്ടുകാർ പലരും ചേർന്ന് ആ വാതിൽ പൊളിക്കാൻ തീരുമാനിച്ചു. ഒടുവിൽ പൂട്ടിയ ആ വാതിൽ പൊളിച്ച് അകത്തേക്ക് കടന്നു. അവിനാശിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ കീഴ്പ്പെടുത്തലും അത്ര എളുപ്പമായിരുന്നില്ല.
തനിക്ക് മുന്നിലേക്ക് വരുന്നവർക്ക് നേരെ അയാൾ ആ വാള് ചൂണ്ടിക്കാണിച്ചു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞു. പക്ഷേ നാട്ടുകാരെങ്ങനെയൊക്കെയോ അയാളെ പിടിച്ചു വെച്ചു. അപ്പോഴും ദീപികയ്ക്ക് ജീവൻ നഷ്ടമായിട്ടില്ല. തൊട്ടടുത്ത് അമ്മയുടെ നിസ്സഹായ അവസ്ഥയും അച്ഛന്റെ ക്രൂരഭാവത്തിനും സാക്ഷിയായി അവരുടെ കുഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിനാശിന്റെ സഹോദരൻ പെട്ടെന്ന് കുഞ്ഞിനെ വന്നെടുത്തു. കുഞ്ഞപ്പോഴും അമ്മ അമ്മ എന്ന് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. കുഞ്ഞിന്റെ ദേഹത്തും ചോരയുണ്ടായിരുന്നു. അത്രയേറെ ശക്തിയായിട്ടായിരുന്നു അയാൾ സ്വന്തം ഭാര്യയെ വെട്ടിയത്. രക്തം വീടിന്റെ പല ഭാഗങ്ങളിലായി തെറിച്ചിട്ടുണ്ടായിരുന്നു. അവിനാശിന്റെ ശരീരത്തും കുഞ്ഞിന്റെ ശരീരത്തുമെല്ലാം രക്തം തെറിച്ചിട്ടുണ്ട്. ആ ഒരു ഭയത്തിൽ കൂടിയായിരുന്നു കുഞ്ഞ്. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർ പോലീസിനെ ഉടൻ വിവരമറിയിച്ചു. അവരും അല്പസമയത്തിൽ സംഭവ സ്ഥലത്തെത്തി. അവിനാശിനെ കസ്റ്റഡിയിലെടുത്തു. എന്തിനു വേണ്ടിയാണ് അവിനാശ് ഇത് ചെയ്തതെന്ന് പോലീസ് പലതവണ അവനോട് ചോദിച്ചു. പിന്നീടുണ്ടായത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. അപ്പോഴും ജീവൻ ബാക്കിയുണ്ടായിരുന്ന ദീപികയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മണ്ണാർക്കാട് വീട്ടിൽ അവിനാശിന്റെ ഭാര്യ ദീപികയുടെ ജീവൻ രക്ഷിക്കാൻ ആംബുലൻസ് ആശുപത്രിയിലേക്ക് പായുകയായിരുന്നു. പ്രതീക്ഷയോടുകൂടിയാണ് ആശുപത്രിയെ സമീപിച്ചതെങ്കിലും ദീപികയ്ക്ക് മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. 30-ലേറെ വെട്ടുകളായിരുന്നു ദീപികയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. കൂടാതെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പോലും ശ്രമം നടന്നതുകൊണ്ട് ഇത് ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസും ഉറപ്പിച്ചു. പ്രതിയും ഭർത്താവുമായ അവിനാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വരെയും കളിയും ചിരിയുമായി സന്തോഷത്തോടുകൂടി നടന്നിരുന്ന അവിനാശും ഭാര്യയും ഒന്ന് ഇരുട്ടി വെളുത്തപ്പോൾ എങ്ങനെ ശത്രുക്കളായി എന്ന് ആർക്കും മനസ്സിലായില്ല. കാരണം പോലീസ് തിരഞ്ഞപ്പോഴാണ് എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് പലതവണ പോലീസ് അവനോട് ചോദിച്ചു. പിന്നെ സംഭവിച്ചത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു അത്. ഉമ്മയുടെ പേരിൽ ആരംഭിച്ച തർക്കം പിന്നീട് വലിയ വഴക്കിലേക്ക് പോവുകയും അതൊരു കൊലപാതകമായി അവസാനിക്കുകയുമായിരുന്നു. സ്നേഹത്തിന്റെ ചിഹ്നമായ ചുംബനം ഒരാളുടെ ജീവൻ എടുക്കാൻ കാരണമായ ഒരു സംഭവം. എന്നാൽ അവിനാശിന്റെ ഈ മൊഴി പൂർണ്ണമായും പോലീസിന് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ സാധിച്ചില്ല. അതെങ്ങനെ സംഭവിക്കും? ഒരു ഉമ്മയുടെ പേരിൽ ഒരു കൊലപാതകമോ? ഒരിക്കലും സാധ്യമല്ല. ഇതിനു പുറകിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമെന്നാണ് പോലീസ് ചിന്തിച്ചത്. അവിനാശിനോട് പല രീതിയിൽ പോലീസ് ചോദ്യം ചെയ്തു. പക്ഷെ വാക്കുതർക്കം കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന ആ മൊഴിയിൽ തന്നെയാണ് അവിനാശ് ഉറച്ചു നിന്നത്. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതും ഇത് തന്നെയാണ്. ഒരു ദിവസത്തോളം അവനെ പല രീതിയിലും ചോദ്യം ചെയ്തു. നിസാര കാര്യങ്ങളും തർക്കങ്ങളും ഒരാളുടെ ജീവൻ എടുക്കുന്ന സ്ഥിതിയിലേക്ക് മാറുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്ന പക ഒരു നിമിഷത്തിൽ തന്നെ അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചില്ലെങ്കിൽ അതിന്റെ കുറ്റബോധം പേറേണ്ടി വരിക ഒരു നൂറ്റാണ്ടോളമായിരിക്കും. ഈ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം. എത്രയേറെ സമർത്ഥമായി ഒരു കുറ്റം ചെയ്താലും അതിനേക്കാൾ സമർത്ഥമായി അതിനെ തെളിയിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവോടുകൂടി തന്നെയാണ് ജീവിക്കേണ്ടത്. ഇപ്പോൾ സംഭവിക്കുന്ന പല കൊലപാതകങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. പിടിക്കപ്പെടില്ല എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടിയാണ് പലരും കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത്. പിടിക്കപ്പെട്ടാൽ എന്താ, 2-3 ദിവസം ജയിലിൽ കിടക്കും, അതിനുശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇതൊക്കെ നിസാര കാര്യമല്ലേ എന്നാണ് പലരുടെയും ചിന്ത. അങ്ങനെയുള്ള ചിന്ത അവർക്ക് വരാൻ കാരണവും നമ്മുടെ നിയമം തന്നെയാണ്. അതിനാൽ ഇങ്ങനെയുള്ളവർക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ നിയമം വഴി നൽകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.